നമസ്കാരം. തച്ചൻ്റെ പണിക്കുമില്ല കുറ്റം, ഉളിക്കുമില്ല കുറ്റം. തടിയുടെ വളവാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് ദയാവധം വിധിച്ചു. എല്ലാ കാലത്തും ഞങ്ങൾ ധർമ്മനിഷ്ഠന്മാരുടെ പാർട്ടിയായിരുന്നു, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് എന്ന് വിളിക്കുന്നില്ല. എടോ കണ്ടാങ്ഗ്രസുകളെ, പിണറായി വിജയൻ ഉഴുതുമറിച്ച മണ്ണിൽ വിത്തെറിഞ്ഞ് വിളവെടുക്കാൻ നിങ്ങളുടെ ധർമ്മനീതിയും ചാരിത്രശുദ്ധിയും പോരാ. ഹരിപ്പാട്ടുകാരൻ ഉസ്മാൻ കവിളിൽ ശൂലം കുത്തി കാവടി എടുത്തത് കൊണ്ടോ, സതീശൻ ക്ലീൻ ഷേവ് ചെയ്ത് മല ചവിട്ടിയത് കൊണ്ടോ, ശയ്യാവരണം ബാധിച്ചതും മുട്ടുകാല് കോച്ചിയതുമായ നിങ്ങളുടെ മുതുക്കൻ കോൺഗ്രസ്സുകാർ ഇന്ദിരാഭവനിലിരുന്ന് മുറജപം നടത്തിയത് കൊണ്ടോ കോൺഗ്രസ് ഗുണം പിടിക്കാൻ പോകുന്നതേയില്ല. എന്ത് ധർമ്മനീതിയെപ്പറ്റിയാണ് നിങ്ങളീ പുലമ്പുന്നത്? അതു കേൾ നീതി, ഇതു കേൾ സത്യം. പുറമറ്റത്തുകാരൻ കുര്യച്ചൻ്റെ ഞരമ്പോട്ടങ്ങളിൽ ഉന്മാദം നിറഞ്ഞ കാലം മറക്കല്ലേ കോൺഗ്രസ്സുകാരെ. അന്ന് കുര്യൻ സാറിന് എത്ര വയസ്സുണ്ടായിരുന്നു? പ്രൊഫസർ ഉദ്യോഗം കഴിഞ്ഞ പാടെ കോൺഗ്രസിൽ കയറിയ കുര്യൻ എന്തെല്ലാം പദവികളിലെത്തി. എത്ര ഭീകരവും നാണം കെട്ടതുമായ ലൈംഗിക ആരോപണമാണ് ആ മനുഷ്യന് നേരെ ഉണ്ടായത്. എത്ര കോടതി കയറി, കള്ളസാക്ഷി പറയാൻ എത്ര പേർ പോയി. അന്ന് പെരുന്ന വഴിയുള്ള യാത്രയും അലീബി എവിഡൻസും ഒന്നും ആരും മറന്നിട്ടില്ല. കുര്യൻ സാറിനെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാർക്ക് അന്ന് എന്തൊരു ഒത്തൊരുമയായിരുന്നു. അത്രയൊക്കെ പേരുദോഷം കേൾപ്പിച്ചിട്ടും അദ്ദേഹത്തെ സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലെത്തിച്ചു. അന്നൊന്നും പാർട്ടിക്കൊരു നാണക്കേട് തോന്നിയതേയില്ല. അത് വെറും ആരോപണമായിരുന്നു. എത്ര കേസുകളും അന്വേഷണവും നടന്നു. സൂര്യനെല്ലി വിഷയം കത്തിനിന്ന കാലത്ത് കുര്യൻ സാർ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. 1,30,000 വോട്ടുകൾ. അന്ന് കുര്യൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ CPM-കാർ വിളിച്ചു പറഞ്ഞത് കുര്യൻ വരുന്നു, പെൺപിള്ളേരെ മാറിക്കോ എന്നായിരുന്നു. ഇതാണ് കോൺഗ്രസിൽ പെണ്ണു വിഷയത്തിൻ്റെ ഒരു പ്രസക്തി. ഇനി മറ്റൊരു ധർമ്മിഷ്ഠനെ പറ്റി പറയാം. കേരളത്തിൽ മദ്യപാനം കൂടിയെന്നും ഈ നാട്ടിലെ പാവം പിടിച്ച പെണ്ണുങ്ങളുടെ സങ്കടം കാണാൻ വയ്യേ എന്നും പറഞ്ഞായിരുന്നു AK ആന്റണി ഏറ്റവും മഹത്തായ ഒരു തീരുമാനമെടുത്തത്: ചാരായ നിരോധനം. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അറക്കപ്പറമ്പിൽ ആന്റണി കോൺഗ്രസിനെ തെറുത്ത് കെട്ടി. പഴയ സിനിമയിലെ രംഗം ഇപ്പോൾ ഓർത്തു പോകുന്നു. കൃഷ്ണൻകുട്ടി നായർ അടിച്ചു പൂക്കുറ്റിയായി എന്നും വീട്ടിൽ വരും. ഉണ്ടാക്കാത്ത പുകലുകളില്ല. പതിവില്ലാതെ ഒരു ദിവസം കാശില്ലാത്തതിനാൽ അടിക്കാതെ പൂസാകാതെ പാവം വീട്ടിൽ വന്ന് കയറി. ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. ഉടൻ ഭാര്യ അരിപ്പെട്ടിയിലിരുന്ന കാശെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, പോയി അടിച്ചിട്ട് വാ മനുഷ്യ. ഇത് കണ്ട് ക്ഷുഭിതരായ പെൺമക്കളോട് ലളിത ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്: തൊള്ളി അടിച്ചില്ലെങ്കിൽ അങ്ങേരെ ഒന്നിനും കൊള്ളത്തില്ല പിള്ളാരെ. ഇങ്ങനെയുള്ളവരുടെ നാടുകൂടിയാണ് കേരളമെന്ന് ഓർക്കണം. നമ്മുടെ ആന്റണി സാർ ആ ചാരായം നിരോധിച്ചത്. അതിനാൽ നമുക്ക് കോൺഗ്രസ്സുകാർക്ക് വോട്ട് കൊടുക്കാമെന്ന് ഒരു പെണ്ണുങ്ങളും അന്ന് ചിന്തിച്ചില്ല. ഉമ്മൻചാണ്ടി നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടിച്ചു. ആയിരങ്ങൾ തെരുവിലായി. ഇന്ന് കേരളത്തിൽ എത്ര ബാറുകളുണ്ട്? 1-ാം തീയതി അദ്ദേഹം ട്രൈ ഡേ ആക്കി പ്രഖ്യാപിച്ചു. അതുകൊണ്ടെന്താ, തലേന്ന് വാങ്ങി സൂക്ഷിക്കാൻ ആളുകൾ ഓടടാ ഓട്ടം. ഇതാണ് കോൺഗ്രസിനെ കൊണ്ട് മനുഷ്യർക്കുള്ള ഗുണം. കുടിയില്ല, വലിയില്ല, പെണ്ണുപിടിയില്ല. ഇത്ര സൽഗുണ സമ്പന്മാരുടെ പാർട്ടിയായിട്ടും ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് മുടിഞ്ഞ് തേച്ച് കഴുകി ഈ പരുവത്തിലാകുന്നത്? ഉമ്മൻചാണ്ടി മഹാമനസ്കനായതുകൊണ്ട് വല്ല ഗുണവും പാർട്ടിക്കുണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയ്ക്ക് ആൾ കൂടി. അദ്ദേഹം അത്രയ്ക്ക് നല്ല മനുഷ്യസ്നേഹിയായിരുന്നു. കോൺഗ്രസിൻ്റെ വിലാപയാത്രയ്ക്ക് കൂടെ പോകാൻ ഒരാളും കാണുകയില്ല. വിൻസെൻറ്റിനെ പുറത്താക്കിയാൽ കടൽ തിരകൾ ക്ഷോഭിക്കും. എൽദോയെ പുറത്താക്കിയാൽ ന്യൂനപക്ഷങ്ങൾ ദണ്ണിക്കും. കുര്യൻ സാറിനെതിരെ അന്ന് നടപടിയെടുത്താൽ സഭക്കാർക്ക് പ്രയാസം വരും. അന്ന് ഗണേശൻ്റെ പാർട്ടിക്കെതിരെ നടപടിയെടുത്താൽ പെരുന്നേലിരിക്കുന്ന സുകുമാരൻ നായർ ക്ഷോഭിക്കും. ഇപ്പോൾ ദേ ഒരുത്തൻ വലിച്ചു കെട്ടി നടക്കുന്നു. അവൻ മതേതരനാണ്. ഗണേശൻ പെണ്ണുപിടിയുടെ കൊടിയേറ്റ് സദ്യ നടത്തിയത് UDF-ൻ്റെ കാലത്തായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? ഉമ്മൻചാണ്ടി ആരോടും പറയാതെ ആ രഹസ്യം ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ്. അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ മാനസപുത്രൻ ഗണേശൻ ഇപ്പോൾ സദാചാരത്തിൻ്റെ വില്ലടിച്ചാമ്പാട്ടുമായി ഗോവിന്ദനൊപ്പം നടക്കുന്നു. ഒരു കാലത്തുമില്ലായിരുന്ന സദാചാരബോധം ഇപ്പോഴെങ്ങനെയുണ്ടായി കോൺഗ്രസിന്? തൃക്കാക്കരയിൽ ജയിച്ച ഉമാ തോമസ് ഭർത്താവിൻ്റെ ഒഴിവിൽ MLA ആയി. രാഹുലുണ്ടാക്കിയ നാണക്കേട് പുള്ളിക്കാരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടിയുടെ ഒഴിവിൽ ചാണ്ടി MLA ആയി. നിലമ്പൂരിൽ ആര്യാടൻ്റെ തഴമ്പിൽ മകൻ MLA ആയി. ഈ മൂന്നും ബന്ധുത്വത്തിൻ്റെ വിജയമായിരുന്നു. പാലക്കാട്ട് മാത്രമാണ് പാർട്ടി രാഷ്ട്രീയ വിജയം നേടിയത്. ചടുലമായ വാക്കുകൾ കൊണ്ട് അവൻ ചാനൽ മുറികളിലിരുന്ന് പിണറായി വിജയൻ്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു. പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കാൻ കഴകത്തില്ലാത്ത കോൺഗ്രസിൻ്റെ മരവിപ്പോർത്ത്
സാധാരണ മനുഷ്യർ അത് കേട്ട് കൈയടിച്ചു. ചൊവ്വേ നേരെ വർത്തമാനം പറയാൻ അറിയാത്ത കോന്തന്മാരായ കോൺഗ്രസ്സുകാർ അവൻ്റെ വളർച്ചയിൽ അസൂയാലുക്കളായി. കരിമണൽ കർത്താവിൻ്റെ പറ്റുബുക്കിൽ PVക്കും മകൾക്കുമൊപ്പം കയറിപ്പറ്റിയ RC എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന ചെന്നിത്തല ധാർമ്മികത എഴുന്നള്ളിക്കാൻ ഇറങ്ങരുത്. രാഹുൽ ഈഴവനായിരുന്നെങ്കിൽ ഒരുത്തനും വാളെടുത്ത് ചെല്ലില്ല. ക്രിസ്ത്യാനിയോ മുസൽമാനോ ആയിരുന്നെങ്കിൽ കോൺഗ്രസിൽ ആരും ചിമിങ്ങില്ല. ഒരു ഉദാഹരണം പറയാം. VM സുധീരൻ KPCC പ്രസിഡൻ്റായിരുന്ന കാലത്ത് അടൂർ പ്രകാശിനും K ബാബുവിനൊക്കെ സീറ്റ് നിഷേധിച്ചു. കാട്ടുകള്ളന്മാർക്ക് സീറ്റ് നൽകില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നീതി. പിറ്റേന്ന് വെള്ളാപ്പള്ളി ഇറങ്ങി ഇങ്ങനെ പറഞ്ഞു: ഈഴവൻ തന്നെയാണ് ഈഴവൻ്റെ ശത്രു. ചുമ്മാതല്ല കോൺഗ്രസ് നന്നാവാത്തത്, ഈ സുധീരനെ പുറത്താക്കണം. അതുപോലെ സംഭവിച്ചു. രാഹുലിന് വേണ്ടി വാദിക്കാൻ സമുദായമില്ല, സുകുമാരൻ നായരുമില്ല, പൊളിറ്റിക്കൽ ഫാദറുമില്ല. ഇതൊക്കെ കേൾക്കുന്നവർക്ക് തോന്നും, ചേടാ ഒരു പെണ്ണുപിടിനെ ന്യായീകരിക്കുന്ന ഇവന് നാണമില്ലേ എന്ന്. അതിനൊക്കെ ചില കാരണങ്ങളുണ്ട്. ഞാൻ ആവുന്നത് പറഞ്ഞതാ എനിക്ക് ഗർഭനിരോധന ഗുളിക തരല്ലേ എന്ന്. എനിക്ക് അലർജി ഉണ്ടെന്ന് അവൻ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. ഇങ്ങനെയാണ് ഒരു ശബ്ദ സന്ദേശം കേട്ടത്: എടി ഭയങ്കരി, ഗർഭനിരോധന ഗുളിക കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുമെന്ന് പറയണമെങ്കിൽ അത് മുൻപ് ശീലമുള്ളത് കൊണ്ടല്ലേ എന്നൊരു സംശയം. നിന്നെ കുരുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് ഒരാൾ സുഹൃത്തായ രാഹുലിനെ വിളിച്ചു പറയുന്നു. അതേയാൾ ഇപ്പോൾ പരാതി പറയുന്നു എന്നെ അവൻ പീഡിപ്പിക്കാൻ കൊതിച്ചു എന്ന്. പരാതിക്കാരിൽ 2 പേർ CPMകാരാണ്, മറ്റൊരാൾ BJPക്കാരി. എന്താ കോൺഗ്രസ് ധൈര്യമായി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാത്തത്? വടയക്ഷികൾ മനുഷ്യരൂപമെടുത്ത് എല്ലാ പാർട്ടിക്ക് നേരെയും നാളെ പൊങ്ങി വരും. സകല ചെറുപ്പക്കാരും രാഹുലിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട്. കാരണം അത് അവൻ്റെ പെണ്ണുപിടിക്ക് ഉത്തേജനം നൽകാനല്ല. സകല നിയമവ്യവസ്ഥയെയും കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഒരു മരക്കള്ളൻ്റെ ചാനലിൽ അഭിമുഖം കൊടുത്താൽ ഏതവനും രാജിവെക്കുന്ന സാഹചര്യം കേരളത്തിൽ ഇനി ഉണ്ടാകരുത്. ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതിയുമുണ്ട്. കാരണം സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന വേഷം കെട്ടലുകാർ യഥാർത്ഥത്തിൽ ഇരകൾക്ക് കിട്ടേണ്ട നീതി ഇല്ലാതാക്കുകയാണ്. സെലിബ്രിറ്റികൾക്ക് മാത്രമേ ഉള്ളല്ലോ ഈ നീതിയൊക്കെ. അശ്ലീലം പറയുന്നവരെയും ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്നവരെയും ഇഷ്ടമല്ലെങ്കിൽ ആ നിമിഷം തല്ലാനുള്ള കരുത്ത് പെണ്ണുങ്ങൾ നേടണം. എൻ ആത്മനാഥൻ നാളെ വരും മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് സമയം കളയരുത്. 3.5 വർഷം മുമ്പ് പറഞ്ഞ അശ്ലീലം മൂപ്പത്തി വിരിഞ്ഞപ്പോഴാണ് അത് കോഴിയാണെന്ന് പരാതിക്കാർക്ക് തോന്നിയത്. CPMും BJPയും രാഹുലിനെ എതിർക്കുന്നത് അവൻ നാളെ ജീവിച്ചിരുന്നാൽ അവൻ്റെ വായിൽ കയറിയിറങ്ങാൻ കഴിയില്ല എന്നും ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് അവരുടെ രാഷ്ട്രീയം തന്നെയാണ്. കോൺഗ്രസിലെ കിഴവന്മാർ ഭയക്കുന്നത് ഇവൻ വന്നാൽ എനിക്ക് മന്ത്രിക്കുപ്പായം കിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ്. സതീശൻ എതിർക്കുന്നത് ഇവൻ ഇനി കൂടെ നിന്നാൽ നാണക്കേട് കൊണ്ട് എനിക്ക് മുഖ്യനാകാൻ കഴിയില്ലെന്ന് ഓർത്താണ്. രാഹുൽ രാജിവെച്ചാൽ അടുത്ത MLA ഞാനാണെന്ന് കരുതി കാലുവാരി സരിൻ ബ്രോ അങ്ങാറാടുകയാണ്. ആദ്യത്തെ 5 റൗണ്ട് അയാൾ എണ്ണിക്കഴിഞ്ഞു വിജയം. രാഹുലേ, നിനക്കൊരു ഭാവിയുണ്ട്. ഒന്നുമല്ലെങ്കിലും പിണറായി നിന്നെ കൈവിടില്ല. AK ബാലൻ വിചാരിച്ചാൽ നിന്നെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ കേഡറാക്കാൻ കഴിയും, അതുറപ്പാണ്. അന്ന് പ്രതീക്ഷയോടെ സന്ദീപ് വാര്യർക്ക് വേണ്ടി തുറന്നിട്ട AKG സെൻറ്ററിൻ്റെ ഗേറ്റ് നാളെ ഒരു കാലത്ത് നിനക്ക് മുമ്പിൽ തുറന്നിടും. അക്കാര്യം ഉറപ്പ് തന്നെയാണ്. പിണറായി വിജയനെ ബലാത്സംഗ വകുപ്പിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവൻ വിജ്ഞാന കേരളത്തിൻ്റെ ഡയറക്ടറായി 80,000 രൂപ ശമ്പളം വാങ്ങി കമ്മിയായി ജീവിക്കുന്നു. പൊന്നുമോൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എടോ വിജയ എന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ. ഇനി ഒരു കാര്യം കൂടിയേ അറിയേണ്ടതുള്ളൂ. VD സതീശൻ മകളെപ്പോലെ കരുതി കേക്ക് വായിൽ വെച്ച് കൊടുത്ത വേറെ ഏതെങ്കിലും അവതാരം ഇനി പറവൂരോ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോ ഉണ്ടോ ആവോ?